കൊടൂരം ബുക്കിംഗ് ഗായ്സ്, കൊടൂരം ബുക്കിംഗ്. എൻ്റെ മോനെ വേറെ ലെവൽ ബുക്കിംഗ്. അപ്പോഴേ നമ്മുടെ മലയാള സിനിമയുടെ കാര്യം പറയുവാണെങ്കിൽ 2024 ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയാണ്. ഇറങ്ങിയ 3-4 സിനിമകൾ വമ്പൻ ഹിറ്റ് അടിച്ച് തിയേറ്റർ ഇങ്ങനെ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ജോണർ വേണം? നിങ്ങൾക്ക് ത്രില്ലർ വേണോ, അതോ സർവൈവൽ ത്രില്ലർ വേണോ, അതോ റൊമാൻറ്റിക് കോമഡി വേണോ, അതോ ഇനി നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ വേണോ? ഏത് സിനിമ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ സിനിമകളൊക്കെ ഇപ്പം നമ്മുടെ നമ്മുടെ തിയേറ്ററുകളിൽ, നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകൾ അവൈലബിൾ ആണ്. ഏതാണെന്ന് വെച്ചാൽ കയറി അങ്ങ് കണ്ടാൽ മതി കേട്ടോ. കാര്യം നിങ്ങൾക്ക് പണ്ടത്തെ പോലെ മറ്റേ 10 പേരെ ഒപ്പിച്ചിട്ട് തിയേറ്ററിനകത്ത് കയറിയാൽ മാത്രമേ ഒരു സിനിമ എടുത്തുള്ളൂ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എല്ലാ തിയേറ്ററിലെയും എല്ലാ സ്ക്രീനും ഇങ്ങനെ ഹൗസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനെ വേറെ ലെവല്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത് കേട്ടോ. അതേ സിനിമയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അറിയാലോ, അതേ കഴിഞ്ഞ ദിവസം റിലീസായ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. ബുക്ക് മൈ ഷോ അങ്ങോട്ട് തുറക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. ആ ഒരു സാധനം നിങ്ങളിലേക്കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. ആ ഒരു ഫീലിങ്സ് ഇങ്ങനെ ഓറഞ്ച്, എല്ലാ തിയേറ്ററുകളും ഇങ്ങനെ ഓറഞ്ച് കത്തിക്കുമ്പോൾ നമുക്കൊരു സാധനം ഇങ്ങനെ വരുമല്ലോ ഉള്ളിൽ നിന്ന്. വേറെ ലെവൽ ബുക്കിംഗ് നമ്മൾ പറയാമല്ലോ, അമ്മാതിരി ബുക്കിംഗ് ആണ്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലെ തിയേറ്ററുകളുടെ ബുക്കിംഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഓവറോൾ ഇങ്ങനെ ഓറഞ്ച് കത്തിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടായിട്ട് പോകുന്നത്. അപ്പോഴേ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചിയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൊച്ചിയിലെ തിയേറ്റർ നിങ്ങൾ ജസ്റ്റ് ബുക്ക് മൈ ഷോ എടുത്തിട്ട് കൊച്ചി സെലക്ട് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ വേറെ ലെവൽ ബുക്കിംഗ് കേട്ടോ. ആ വനിതാ വിരുദ്ധരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ബുക്കിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വനിതാ വിരുദ്ധരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഷോ എല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ മഞ്ഞുമൽ ബോയ്സിന്റെ ബുക്കിംഗ് ആണ് കേട്ടോ. ഇനി നമുക്ക് കൊച്ചിയിൽ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകാം. ട്രിവാൻഡ്രത്തെ കാര്യത്തിലും ഒട്ടും മാറ്റമില്ല, ഇതേ അവസ്ഥ തന്നെയാണ്. നല്ല ബുക്കിംഗ് ആണ് ട്രിവാൻഡ്രത്തുള്ളത്. ഇനി നമുക്ക് തൃശ്ശൂർ ഒന്ന് പോയി നോക്കാം. തൃശ്ശൂരും ഇതേ അവസ്ഥ തന്നെയാണ്, തിയേറ്ററുകളൊക്കെ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഉറഞ്ഞ് കത്തിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. ഇനി തൃശ്ശൂർ നമുക്ക് കോഴിക്കോട് ഒന്ന് പോയി നോക്കാം. കോഴിക്കോടും ഇതേ ലെവൽ ബുക്കിംഗ് കേട്ടോ. എൻ്റെ മോനെ, അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ്, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. വെള്ളിയാഴ്ച റിലീസ് ഡേ ആണെങ്കിൽ പോലും വർക്കിംഗ് ആയതുകൊണ്ട് കുറച്ച് പേര് തിയേറ്ററിലേക്ക് പോകാനായിട്ട് മടിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു ബുക്കിങ്ങിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് പറഞ്ഞത്, പണ്ട് എന്തൊക്കെ പറയായിരുന്നു, റിവ്യൂ ബോംബിക്കുന്നു അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞിങ്ങനെ. ഇതാണ് നല്ല സിനിമകൾ തിയേറ്ററിൽ വന്നുള്ള അവസ്ഥ. ഇപ്പോൾ ഒരു 3-4 സിനിമകളുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. വേറെ ലെവൽ ബുക്കിംഗ്. അപ്പോഴേ ഇനി ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പ്രേമലു ആണ്. ഫെബ്രുവരി 9 ഇറങ്ങിയ സിനിമയാണ് ഗൈസ്. ഇന്നിപ്പോൾ ഡേറ്റ് 23 ആയിട്ടുണ്ട്. ഇതുവരെ ആയിട്ടും അതിന്റെ ബുക്കിങ്ങിന് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് പല ഭാഗത്തുള്ള, നമ്മുടെ കേരളത്തിലെ പല ഭാഗത്തുള്ള തിയേറ്ററുകളുടെ ഒരു ബുക്കിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോഴും ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്ന തിയേറ്ററുകൾ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ PVR ലുലുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 3-4 ഷോയ്ക്ക് ഹൗസ്ഫുൾ ആയിട്ട് ഇപ്പോഴും പ്രേമലു ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്രേമലു കട്ടയ്ക്ക് കൂടെ പിടിച്ചിരിക്കുകയാണ്. പ്രേമലിന്റെ കാര്യം അറിയാം, 2024 ആദ്യത്തെ 50 കോടി ക്ലബിൽ കയറിയ സിനിമയാണ് പ്രേമലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമ്മുടെ തൊട്ട് മുന്നിലാണ് നമ്മുടെ ടോവിനോട് അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ അന്വേഷിപ്പിൻ കണ്ടെത്തുവിന് സ്ക്രീൻസ് കുറച്ച് താരതമ്യ സ്ക്രീൻ കുറവാണ്. എന്നിരുന്നാൽ പോലെ അത്യാവശ്യം ബുക്കിംഗ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേ കണ്ടല്ലോ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ഇതാണ് അവസ്ഥ. നാളെ ശനിയാണ്, മറ്റന്നാൾ ഞായർ. അപ്പോൾ എന്തുമാത്രം കളക്ഷൻസ് ഒക്കെ വരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇത് വേറെ ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വേറെ ലെവലൊരു ബുക്കിംഗ് ആണ്. പ്രത്യേകിച്ച് ഇതൊരു സൂപ്പർ സ്റ്റാർ സിനിമ പോലും അല്ല. നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ പോലും അല്ല. ഈ ഒരു സർവൈവൽ ത്രില്ലർ ജോണറിനാണ് ഇമാതിരി ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇനി അങ്ങോട്ട് നമുക്ക് കണ്ടു തന്നെ അറിയണം എന്താണ് മഞ്ഞുമൽ ബോയ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.